തയ്യാറാക്കുന്നത് പാലാട അല്ലെങ്കിൽ നീർദോശയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഞാനൊരു 2 കപ്പ് 250 ml 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. 2 മണിക്കൂർ കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ കൂടി വെച്ചു. അരയ്ക്കുന്ന സമയത്ത് ചൂടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് നമ്മൾ അരച്ചെടുത്താലും മതി. ഇനി അടുത്തത് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിപ്പോൾ ഒരു വലിയൊരു തേങ്ങയുടെ തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് 1-ാം പാലാണ്. 2-ാം പാൽ കൂടി എടുത്തിട്ടുണ്ട്. 2-ാം പാലും എടുത്തിട്ടുണ്ട്. നമ്മൾ തേങ്ങാപ്പാൽ വെച്ചാണ് ഇത് അരച്ചെടുക്കുന്നത്. ഇനി വേണ്ടത് 2 മുട്ടയാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. ഞാൻ 1-ാം പാൽ ചേർത്താണ് ആദ്യം അരയ്ക്കുന്നത്. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം 2-ാം പാൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി മുട്ട ചേർത്ത് കൊടുക്കാം. ചൂടാണെങ്കിൽ, അരി ചൂടാണെങ്കിൽ, നമ്മൾ അരച്ചെടുത്ത മാവ് ചൂടാണെങ്കിൽ തണുത്തതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മുട്ട വെന്തു പോകും. ഇനി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല ലൂസായിട്ടാണ് ഇരിക്കേണ്ടത്. നമ്മളുടെ മോരിൻ്റെയൊക്കെ ഒരു രീതിയിൽ നല്ല ലൂസായിരിക്കണം. കട്ടി കൂടുതലാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പാലാട കട്ടി കൂടുതലായിരിക്കും. ഇനി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ചുകൂടി ലൂസാവണം, അതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങാപ്പാൽ കൂടി ചേർത്ത് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. അര ചെറുതായ അരിപ്പയിൽ അരിക്കണം, അല്ലെങ്കിൽ തുണി വെച്ച് അരയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ അരിപ്പയിലാണ് അരയ്ക്കുന്നത്. ഇനി ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഇതൊന്ന് ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഫ്രൈ പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഫ്രൈ പാൻ നല്ലതുപോലെ ചൂടായതിന് ശേഷം നമ്മുടെ പാനിൻ്റെ സൈസിനനുസരിച്ച് മാവ് ഒഴിച്ചു കൊടുക്കണം. ഒരു കൈയിൽ നമ്മൾ പാൻ വെച്ചിട്ട് മറുകൈ കൊണ്ട് ഒഴിച്ചിട്ട് അപ്പോഴും തന്നെ ഒന്ന് ചുറ്റിച്ചെടുക്കണം. പാൻ നല്ല ചൂടായിരിക്കണം, അല്ലെങ്കിൽ കറക്റ്റ് നമുക്ക് ആ ഒരു പരുവത്തിന് കിട്ടത്തില്ല. ഇനി ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുകയാണ്. ഇനി അതുപോലെ തന്നെ ബാക്കിയുള്ള മാവ് കൂടി ഒന്ന് നമുക്ക് ചുട്ടെടുക്കാം. ഞാനിനി ഇതൊന്ന് തിരിച്ച് മടക്കിയെടുക്കുകയാണ്. നമ്മൾ ഫ്രണ്ടിലോട്ട് മടക്കിയെടുക്കുന്നതിനേക്കാളും പുറകോട്ട് തിരിച്ച് മടക്കിയെടുക്കുമ്പോൾ കാണാനൊരു ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാൻ ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയും ഞാൻ അതുപോലെ തന്നെ ചുട്ടെടുക്കുകയാണ്. നമുക്കിതിൻ്റെ കൂടെ തേങ്ങാപ്പാൽ, കട്ടിയുള്ള തേങ്ങാപ്പാലിൽ കുറച്ച് പഞ്ചസാര ഇട്ട് അതിലെന്ത് മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ മുട്ട റോസ്റ്റ്, ചിക്കൻ എല്ലാ തരം കറികളുടെ കൂടെ ഇത് കഴിക്കാൻ നല്ല. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.